നമസ്കാരം. പ്രധാന വാർത്തകൾ. HMPVയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഭൂരിഭാഗം വാർത്തകളും തെറ്റെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ആശങ്ക പരത്തരുത്. ഇന്ത്യയിൽ വൈറസിന് ജനിതകമാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും ആരോഗ്യമന്ത്രി. കൊലയാളികൾക്ക് കുടചൂടുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ MP. പിണറായിയുടെ ധാർഷ്ട്യം CPMനെ ഇല്ലാതാക്കും. ദുരന്തങ്ങൾ പോലും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന നികൃഷ്ടവും നീചവുമായ മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനെന്നും NK പ്രേമചന്ദ്രൻ. LDF ദുർഭരണം ആരോപിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ RSP പ്രതിഷേധം. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുക്കാനാണ് സർക്കാരിന്റെ പരിശ്രമമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നത് അതീവ ജാഗ്രതയോടെ. രജത ജൂബിലി നിറവിൽ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ CITU നേതൃത്വത്തിൽ തൊഴിലാളി മാർച്ച്. വ്യവസായ മേഖലയിലെ ചരക്ക് ഗതാഗത രംഗത്ത് ടേൺ മറികടന്ന് ലോഡ് നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ. പ്രതിഷേധ സമരം ഹെവി വെഹിക്കിൾസ് വർക്കേഴ്സ് യൂണിയന്റെയും ഡിസ്ട്രിക്ട് ഏജന്റ് വെൽഫെയർ അസോസിയേഷൻ CITUവിന്റെയും നേതൃത്വത്തിൽ. ലഹരിക്കടത്ത് തടയാൻ അതിർത്തി പ്രദേശങ്ങളിൽ എക്സൈസ് പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി MP രാജേഷ്. പരിമിതമായ സാഹചര്യങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് ജീവനക്കാർ നടത്തുന്നതെന്നും മന്ത്രി. ചിറ്റൂർ എക്സൈസ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങി. കുലുക്കലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA. ആരോഗ്യ കേന്ദ്രം നവീകരണത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്തു നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനുള്ള ആലോചനകളും ആരംഭിച്ചു. 130 വർഷം കഠിന തടവ് ലഭിച്ച പോക്സോ കേസിലെ പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ 110 വർഷം കഠിന തടവും പിഴയും. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി സമാനമായ കേസിൽ ശിക്ഷിച്ചത് ഒരുമനയൂർ സ്വദേശി സജീവനെ. ചാവക്കാട്ട് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ പോയ ഇടുക്കി സ്വദേശിയായ യുവാവ് 8 വർഷത്തിന് ശേഷം പിടിയിൽ. ഗൾഫിൽ നിന്ന് വന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. മംഗലാപുരം എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് പരിശോധനയ്ക്കിടെ 4.5 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതാകാമെന്ന് പോലീസ്. വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി വീട്ടുടമയിൽ നിന്ന് പണം തട്ടിയ കേസിൽ കൂനത്തറ സ്വദേശി അറസ്റ്റ്. ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൂനത്തറ തോപ്പിൽ വീട്ടിൽ അനീഷിനെ. വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനടയാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്നത് പതിവാകുന്നു. ഇരുചക്ര വാഹനമിടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. പ്രദേശത്തെ സീബ്ര ലൈൻ മാഞ്ഞുപോയത് ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് പരാതി. വാർത്തകൾ വിശദമായി. HMPVയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഭൂരിഭാഗം വാർത്തകളും തെറ്റാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അകാരണമായ ആശങ്ക പരത്തരുത്. സർക്കാർ വൃത്തങ്ങൾ ശരിയായ വാർത്ത സമയാസമയം പുറത്തുവിടുന്നുണ്ട്. ഇന്ത്യയിൽ വൈറസിന് ജനിതകമാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മാസ്ക് ധരിക്കുന്നതടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും മന്ത്രി ചാവക്കാട്ട് പറഞ്ഞു. ന്യൂമോ വൈറസ് അഥവാ HMPV സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഭൂരിപക്ഷ വാർത്തകളും തെറ്റാണ് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ ചില മാധ്യമങ്ങളിൽ ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു, കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ മട്ടിലുള്ള വാർത്തകൾ വന്നു. അത് തെറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വൈറസ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 കേസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ഇത് റെസ്പിറേറ്ററി പാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയിൽ ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ളൊരു വൈറസാണ്.
അപ്പോൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത്. കൊലയാളികൾക്ക് കുട ചൂടുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ MP. സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ RSP നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു NK പ്രേമചന്ദ്രൻ. പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും രാജ്യത്തു നിന്ന് തന്നെ CPM-നെ ഇല്ലാതാക്കുമെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ദുരന്തങ്ങളെപ്പോലും കൊള്ളയടിക്കാനായി ഉപയോഗിക്കുന്ന നികൃഷ്ടവും നീചവുമായ മനോഭാവമാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. നാട്ടിൽ ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മാണം 2000 രൂപയിൽ താഴെ നടക്കുമ്പോഴാണ് ചൂരൽമലയിൽ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് സ്ക്വയർ ഫീറ്റിന് 3000 രൂപ ഈടാക്കി നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. പെരിയ കേസിൽ ഖജനാവിൽ നിന്ന് 2 കോടിയിലധികം ചെലവഴിച്ച് പ്രതികളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും നടക്കാതെ പോയത് അന്തിമ വിജയം സത്യത്തിൻ്റേതാണെന്നത് കൊണ്ടാണ്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാവൽക്കാരായി സർക്കാരും CPM-ഉം മാറി. നിയമസഭ തല്ലിപ്പൊളിച്ചവരെ സംരക്ഷിക്കാൻ കച്ചമുറുക്കിയിറങ്ങിയ സർക്കാരാണ് സമരം ചെയ്ത അൻവറിനെ ഭീകരനെ പിടികൂടും പോലെ അറസ്റ്റ് ചെയ്തത്. വെള്ളം, വൈദ്യുതി നിരക്ക് എല്ലാം വർദ്ധിപ്പിച്ചെങ്കിലും ജനക്ഷേമം ഒന്നും നടക്കാത്ത അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഈ ഗവൺമെന്റിന് തുടർഭരണം ലഭിക്കാൻ അവസരമുണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാം. COVID-19 പകർച്ചവ്യാധിയും അതുപോലെ 2018 വെള്ളപ്പൊക്കത്തിന്റെയും ആനുകൂല്യത്തിലാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിന് തുടർഭരണം സമ്മാനിച്ചത്. പക്ഷേ തുടർഭരണം ലഭിച്ച ഈ ഗവൺമെന്റ് അധികാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ആൾരൂപമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി എന്നുള്ളതാണ് 9 വർഷക്കാലത്തെ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ജില്ലാ സെക്രട്ടറി K. രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TM ചന്ദ്രൻ, C. ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുലുക്കല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA. ആരോഗ്യ കേന്ദ്രം നവീകരണത്തിന്റെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള നടപടികൾ തുടങ്ങുമെന്ന് MLA അറിയിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപ അനുവദിച്ചതായും MLA അറിയിച്ചു. ഘട്ടം ഘട്ടമായി പ്രവൃത്തികൾ നടപ്പാക്കും. നേരത്തെ കേന്ദ്രത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 15ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 1,43 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആദ്യഘട്ടമായി 35.25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിന്റെ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികളാണ് ഉടൻ ആരംഭിക്കുക. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്തു നിന്നും എളുപ്പത്തിലെത്താനാവശ്യമായ പുതിയ റോഡ് നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഹമ്മദ് മോഹസിൻ അറിയിച്ചു. 15ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1,43 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ട് അനുവദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തും DPM ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ പാലക്കാട് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് DPM ഞാനും കൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു മീറ്റിംഗും കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ഫൈനൽ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇവിടുത്തെ ആളുകളോടും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. MLAയുടെ അധ്യക്ഷതയിൽ പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗം MP സുധാകരൻ, DPO ഡോക്ടർ റോഷ്, മെഡിക്കൽ ഓഫീസർ ഫസീല, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പുതിയ കാലത്തിന് അനുയോജ്യമായ കോഴ്സുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. ജാഗ്രതയോടുകൂടി കലാലയ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. ജനപക്ഷത്ത് നിൽക്കുന്ന വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൂടെ ലക്ഷ്യമിടുന്നത്. നാടിന്റെ സമ്പദ്ഘടന ഉൾപ്പെടെ വിപുലീകരിക്കുന്ന പദ്ധതിയിൽ പതാകവാഹകരാവാനുള്ള ചുമതല ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കാണ്. ആധുനിക ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അതേ വേഗത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. ഉത്തരാധുനിക ലോകം ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനും കഴിയണം. ഇതിനായി സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ
സിലബസ് പരിഷ്കാരം നടത്തി. പ്രവൃത്തി ദിനങ്ങൾ ക്രമീകരിച്ചു. തൊഴിലും വിദ്യാഭ്യാസ രംഗവും തമ്മിലെ സ്കിൽ ഗ്യാപ്പ് നികത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനുള്ള അഭിമാനാർഹമായ പദ്ധതിയാണ് ഇൻഡസ്ട്രി സോൺ ക്യാമ്പസ് എന്നും മന്ത്രി പറഞ്ഞു. മികച്ച ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ സർക്കാർ നടത്തുന്ന ഇടപെടലുകളും മന്ത്രി വിശദീകരിച്ചു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാസ്ഥാപനങ്ങളിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ സംരംഭകത്വ താൽപര്യം പ്രോത്സാഹിപ്പിക്കുക എന്നത് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ കാലഘട്ടത്തിൽ സർക്കാർ കാണുന്നത്. ഒരു വിദ്യാർത്ഥി സംരംഭങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ തൊഴിൽ അന്വേഷക എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദായകരായും തൊഴിൽ സൃഷ്ടാക്കളായും മാറാൻ അവർക്ക് സാധിക്കുന്നു. സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിൽ നൽകാൻ കൽപ്പുള്ള തൊഴിൽ ദായകരായി അവർ മാറുമ്പോൾ അത് നാടിന്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിനും വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് C രാധിക, പഞ്ചായത്ത് അംഗം VK രാധിക, KK ലിനി, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ മാസ്റ്റർ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 4.5 കിലോ കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാകാമെന്ന് കരുതുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ മംഗലാപുരത്ത് നിന്ന് തിരുനെൽവേലിയിലേക്ക് പോവുകയായിരുന്ന മംഗലാപുരം എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ 5 പൊതികളിലായി സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെടുത്തത്. പുതുവർഷത്തിൽ ആദ്യത്തെ കഞ്ചാവ് വേട്ടയാണിതെന്നും വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഇന്ന് നടത്തിയ പരിശോധനയിൽ ഇന്ന് വിവിധ ട്രെയിനുകൾ നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഒരു 4.25 കിലോളം കഞ്ചാവ്, 4 കിലോ 875 ഗ്രാം കഞ്ചാവ് ഇന്ന് ഷൊർണൂർ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന ഗാന്ധിഗ്രാം തീവണ്ടിയുടെ ഏറ്റവും ബാക്കിലെ ജനറൽ കോച്ചിലാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതായിരിക്കും. വരും ദിവസങ്ങളിലും കൂടുതൽ കണ്ടെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. റെയിൽവേ പോലീസിന്റെ പരിശോധന കണ്ടപ്പോൾ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നാണ് നിഗമനം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഷൊർണൂർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 50 കിലോയിലധികം കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ CITU നേതൃത്വത്തിൽ തൊഴിലാളി മാർച്ച്. മാർച്ചിന് ശേഷം ബെമൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ചരക്ക് ഗതാഗത മേഖലയിൽ ബ്രോക്കർ ഏജന്റ് ഓഫീസ് വഴി ടേണിൽ നിൽക്കുന്ന വാഹനങ്ങളെ ഒഴിവാക്കി ഗാഷ സ്റ്റീൽ തുടങ്ങിയ ചില കമ്പനികളും ചില സ്റ്റീൽ യാർഡുകളിലെ ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് ടേൺ മറികടന്ന ലോഡ് നൽകുന്നതിനെതിരെ ലോറി മേഖലയിലെ ഹെവി വെഹിക്കിൾ വർക്കേഴ്സ് യൂണിയൻ CITUവും പാലക്കാട് ഡിസ്ട്രിക്ട് ഏജന്റ് വെൽഫെയർ അസോസിയേഷൻ CITUവും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിനാണ് ഈ സമരം. പ്രകടനത്തിനു ശേഷം ബെമൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടത്തെ ഏജന്റുമാരും ഒരു കളങ്കത്തിനും വിധേയമാകാതെ വളരെ സത്യസന്ധമായി സ്വന്തം ജോലി ചെയ്യുന്നവരാണ് ഇവിടത്തെ ഏജന്റുമാർ. ആ ഏജന്റുമാരുടെ വെൽഫെയർ അസോസിയേഷൻ ആകട്ടെ അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതാത് സമയത്ത് ആ പോരായ്മകൾ പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ ഏജന്റുമാരുടെ ലീഡർഷിപ്പായിട്ട് ആ വെൽഫെയർ അസോസിയേഷൻ CITU നിലകൊള്ളുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N ചൊക്കനാഥൻ, K ഹരിദാസ്, R ഹരിദാസ്, S സുജിത്ത്, ജോൺസൺ, രാജഗോപാൽ, KP പ്രിന്റോ, ബിനുകുമാർ എന്നിവർ പ്രസംഗിച്ചു.
പ്രക്ഷോഭ അറിയിപ്പിനെ തുടർന്ന് ചില കമ്പനികൾ ടേൺ പ്രകാരം ജനുവരി 6 മുതൽ വണ്ടികൾക്ക് ലോഡ് നൽകി തുടങ്ങിയതായി സമരക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ഓട്ടുപാറ സ്ഥിരം അപകട മേഖലയാകുന്നു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനട യാത്രികനായ വയോധികന് ഇരുചക്ര വാഹനമിടിച്ച് സാരമായി പരിക്കേറ്റു. പ്രദേശത്ത് സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതാണ് തുടർച്ചയായി ഇത്തരം അപകടങ്ങളുണ്ടാകാൻ കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നെല്ലുവായ് സ്വദേശിയായ 65-കാരനെ ഇരുചക്ര വാഹനം ഇടിച്ചത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ സീബ്ര ലൈനുകളും വെള്ളവരകളും വാഹന ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്ത വിധം മാഞ്ഞുപോയതാണ് പ്രധാനമായും ബസ് സ്റ്റാൻഡ് പരിസരം അപകട മേഖലയാകാൻ കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. മേഖലയിൽ സീബ്ര ലൈനുകളും വെള്ളവരകളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലർ PN വൈശാഖ് രംഗത്തെത്തി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും അതുപോലെ വാഴാനി റോഡിൽ പോളി ആശുപത്രി പരിസരത്തും സീബ്ര ലൈനുകളില്ല. അതുപോലെ റോഡിൻ്റെ 2 സൈഡ് വെള്ളവരകളും മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ടിപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ഒരു സോണായി മാറിയിരിക്കുകയാണ് ഓട്ടുപാറ ടൗൺ പരിസരം. പലപ്പോഴും റോഡ് മുറിച്ച് കിടക്കുന്ന ആളുകളെ വാഹനങ്ങൾ സീബ്ര ലൈൻ കാണാതെ സ്പീഡിൽ വരികയും തട്ടുന്നൊരു സ്ഥിതി ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയും ഒരു ബസ് ഇടിച്ച് ഒരു വയോധികൻ മരിക്കുന്നൊരു സ്ഥിതി പോലും ഉണ്ടായി. ഇരുചക്ര വാഹനം ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ നെല്ലുവായ് സ്വദേശി 65-കാരനായ അപ്പുവിനെയും ഇരുചക്ര വാഹന യാത്രികയെയും വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മേഖലയിൽ ബസ് കാലിലൂടെ കയറി ഗുരുതര പരിക്കേറ്റ് വയോധിക മരിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് റോഡരികിൽ നിന്നിരുന്ന യുവാവിനെ സ്വകാര്യ ബസ് തട്ടിത്തെറിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലഹരിക്കടത്ത് തടയാൻ അതിർത്തി പ്രദേശങ്ങളിൽ എക്സൈസ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി MB രാജേഷ്. പരിമിതമായ സാഹചര്യങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് ജീവനക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചിറ്റൂർ എക്സൈസ് കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു MB രാജേഷ്. 1 വർഷത്തിനകം എക്സൈസ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കും. അതിർത്തി മേഖലയായ ചിറ്റൂരിൽ എക്സൈസ് പ്രവർത്തനം ശക്തമാക്കുമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് ജീവനക്കാർ നടത്തുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതും വർദ്ധിച്ചു വരുന്നതുമായ ലഹരി കേസുകളുടെ എണ്ണം ഇതാണ് തെളിയിക്കുന്നത്. എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുക എന്നതാണ് സർക്കാർ നയം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും 66 വാഹനങ്ങളും ആധുനിക കാലത്തെ ലഹരിക്കടത്ത് പിടികൂടുന്നതിനു വേണ്ടിയുള്ള അത്യാധുനിക ഉപകരണങ്ങളും ലഭ്യമാക്കി. പോലീസിൻ്റെയും ജനങ്ങളുടെയും പിന്തുണ എക്സൈസിന് ലഭിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന എക്സൈസ് നിരവധി ലഹരി കേസുകളാണ് പിടികൂടുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം എക്സൈസിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അതിൽ ജനങ്ങളും പങ്കാളികളാകണം. ജനങ്ങളുടെ പിന്തുണയോടെ മാത്രമേ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കുകയുള്ളൂ. രാജ്യത്തു തന്നെ മാനുഷിക മുഖമുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പിൻ്റേത്. ലഹരിയുടെ ഇരകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എക്സൈസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. കേരള എക്സൈസ് നടത്തുന്ന മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം ഈ ലഹരി വിമുക്തിയുടെ കാര്യത്തിലാണ്. വിമുക്തി എന്ന പേരിൽ ഒരു മിഷൻ തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ പിടിക്കുക, കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, ലഹരിക്കിരയായി തീരുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ നമ്മൾ കേരളത്തിലാകെ എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആ തരത്തിലൊരു മാനുഷികമായിട്ടുള്ള മുഖം കൂടി കേരള എക്സൈസിന് ഉണ്ട്. അത് ഇന്ത്യയിൽ മറ്റൊരു എക്സൈസ് സേനയ്ക്കും അവകാശപ്പെടാൻ കഴിയുന്നതിനപ്പുറമുള്ള വലിയ പ്രവർത്തനമാണ് ഈ ഡി അഡിക്ഷന്റെ കാര്യത്തിൽ കേരളത്തിൽ എക്സൈസ് നടത്തുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ഒന്നാണ്. ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നതിന് കാര്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. MLA കെ ബാബു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, എക്സൈസ് കമ്മീഷണറും ADGPയുമായ മഹിപാൽ യാദവ്, ജോയിന്റ് എക്സൈസ് കമ്മീഷണർ N അശോക് കുമാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ R മോഹൻകുമാർ, കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 130 വർഷം കഠിന തടവ് ലഭിച്ച പോക്സോ കേസിലെ പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ 110 വർഷം കഠിന തടവും പിഴയും. 11 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി ഒരുമനയൂർ സ്വദേശി മുത്തമ്മാവ് മങ്ങാടി വീട്ടിൽ
കുഞ്ഞപ്പുവിൻ്റെ മകൻ 52 വയസ്സുള്ള സജീവനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പ്രതി 7,75,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടയ്ക്കാത്ത പക്ഷം 31 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. കൂടാതെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കുട്ടികൾക്ക് മതിയായ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാനും പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കുന്ന പക്ഷം പിഴത്തുക കുട്ടികൾക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിലെ കൂട്ടുകാരനെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 130 വർഷം കഠിന തടവും 8,75,000 രൂപ പിഴയും നേരത്തെ കോടതി ശിക്ഷ വിധിച്ചിരുന്നു. 2023 ഏപ്രിലിലാണ് കേസിനാസ്പദമായ സംഭവം. 11 വയസ്സുള്ള ആൺകുട്ടിയെയും കൂട്ടുകാരനെയും പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടികൾ സംഭവം വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ചാവക്കാട് സ്റ്റേഷനിലെ GSCPO സൗജത്ത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. SI VM ഷാജു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. സബ് ഇൻസ്പെക്ടർ സെസിൽ ക്രിസ്ത്യൻ രാജ് തുടരന്വേഷണവും ഇൻസ്പെക്ടർ SHO K വിപിൻ വേണുഗോപാൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രവും സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 14 സാക്ഷികളെ വിസ്തരിച്ചു. 16ഓളം രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി വീട്ടുടമയിൽ നിന്ന് പണം തട്ടി കബളിപ്പിച്ച കേസിൽ കൂനത്തറ സ്വദേശി അറസ്റ്റിൽ. കൂനത്തറ തോപ്പിൽ വീട്ടിൽ അനീഷിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂനത്തറ സ്വദേശിയായ വെട്ടുകാട്ടിൽ സബിനിൽ നിന്നാണ് അനീഷ് പണം തട്ടിയെടുത്തത്. പുതുതായി നിർമ്മിച്ച വീടിന് വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനീഷ് സബിന് തയ്യാറാക്കി നൽകിയിരുന്നു. ഇതേ വീടിന്റെ പണി പൂർത്തീകരിച്ച ശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനായി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോഴാണ് സബിനോട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ഈ സമയത്താണ് പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചിട്ടില്ലെന്ന കാര്യം സബിൻ അറിയുന്നത്. സബിന്റെ കൈവശമുണ്ടായിരുന്ന പെർമിറ്റ് വ്യാജമാണെന്ന് പഞ്ചായത്ത് അധികാരികൾക്കും ബോധ്യപ്പെട്ടു. ഇതേ തുടർന്ന് സത്യാവസ്ഥ മനസ്സിലാക്കിയ പഞ്ചായത്ത് സെക്രട്ടറി വ്യാജരേഖ തയ്യാറാക്കി നൽകിയ അനീഷിനെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസന്വേഷണത്തിൽ അനീഷ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഒറ്റപ്പാലം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്ഷേത്രം എന്താണെന്നറിയാത്ത ഭാരവാഹികൾ ക്ഷേത്രം ഭരിക്കുമ്പോൾ ബിസിനസ് കേന്ദ്രങ്ങളായി മാറുന്ന അവസ്ഥയാണ് ഇന്ന് സംഭവിക്കുന്നതെന്ന് മുൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ദിവൈ കേരളശ്ശേരി. കല്ലൂർ കരടിമലക്കുന്നിൽ തത്വമസി അയ്യപ്പ ഭജന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സമ്മേളനം കേരളശ്ശേരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മന്നാടിയാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശബരിമല യാത്രയുടെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കേരളശ്ശേരിയിലെ സപ്താഹാചാര്യൻ മധുസൂദന വാര്യർ, പ്രമുഖ ആചാര്യനും പ്രഭാഷകനുമായ ദിവൈ കേരളശ്ശേരി, കഥകളി സംഗീതജ്ഞൻ സദനം ശ്യാമളൻ, ശബരിമല അയ്യപ്പന്റെ തങ്കാങ്കി നിരവധി തവണ ശിരസിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച കേരളശ്ശേരി രമേശ് സ്വാമി എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ധനുമാസത്തിൽ 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ശബരിമലയ്ക്ക് കെട്ടിനിറച്ച് പുറപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്നാണ് പുറപ്പെട്ടത്. അവിടെ എൻ്റെ അമ്മ വന്ന് ഗുരുസ്വാമിയും അമ്മയും കൂടി കെട്ടിനിറച്ച് ശിരസിൽ ആ പുണ്യമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇവരൊക്കെ പറഞ്ഞമാതിരി 1000-1000 തവണ. തുടർന്ന് ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്രത്തിൽ സർവ്വ ഐശ്വര്യപൂജയും ദീപാരാധനയും ഉണ്ടായിരുന്നു. കല്ലൂർ ബാലൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. 70ഓളം പേരാണ് കല്ലൂർ ബാലൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ശബരിമല യാത്ര ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശമ്പള വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ജലരേഖയായെന്ന് KST എംപ്ലോയീസ് സംഘ്. തുടർച്ചയായ ശമ്പള നിഷേധത്തിൽ പ്രതിഷേധിച്ച് എംപ്ലോയീസ് സംഘ് നേതൃത്വത്തിൽ KSRTC ജീവനക്കാർ പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ സിനിമാ ഡയലോഗിന്റെ പോലും വിശ്വാസ്യതയില്ലാത്തതാണെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത KST എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ ആരോപിച്ചു. ഡിസംബർ മാസത്തിൽ വരുമാനം സർവകാല റെക്കോർഡിലെത്തിയിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ പീഡിപ്പിക്കുകയാണ്. ഇടതു സർക്കാരിന്റെ സാഡിസമാണിത്. ജനുവരി മാസം മുതൽ 1-ാം തീയതി തന്നെ ശമ്പളം തരുമെന്ന് കഴിഞ്ഞ മാസം പാലക്കാട് ഡിപ്പോയിൽ നടന്ന പരിപാടിയിലും മന്ത്രി ആവർത്തിച്ചിരുന്നു. മന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള മാറ്റം അങ്ങേയറ്റം പരിഹാസ്യമാണെന്നും രമേഷ് കുമാർ പറഞ്ഞു. 48,000 ജീവനക്കാരുണ്ടായിരുന്നത് ഇന്ന് 25,000 താഴെയായി. പക്ഷേ അന്നുണ്ടായിരുന്ന ശരാശരി പ്രതിദിന കളക്ഷൻ 6 കോടി എന്നുള്ളത് ഇന്ന് 8 കോടിയും ചില ദിവസങ്ങളിൽ 9 കോടി വരെ എത്തിയിട്ടും ഇത്രയും ചുരുങ്ങിയ ബസ്സുകളും ജീവനക്കാരുമുണ്ട്. ഇത്രയും ഉയർന്ന കളക്ഷൻ ഉണ്ടാക്കുന്ന KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ തികഞ്ഞ കെടുകാര്യസ്ഥതയാണ്. ഈ ഭരിക്കുന്ന ആളുകൾക്കൊന്നും അതിൻ്റേതായിട്ടുള്ള യാതൊരു കഴിവും പ്രാപ്തിയുമില്ല എന്നുള്ളതിന് തെളിവാണ്. ആയതുകൊണ്ട് തങ്ങളുടെ വാക്കുകൾ വിലവെക്കുന്നുണ്ട് സ്വയമെങ്കിൽ അത് പാലിക്കുക. അല്ലെങ്കിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് V വിജയൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് K സുരേഷ് കൃഷ്ണൻ, ട്രഷറർ C പ്രമോദ്, AK പ്രദീപ് കുമാർ, KP രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് ജില്ലാ സമിതി അംഗങ്ങളായ M കണ്ണൻ, M മുരുകേശൻ, U തുളസീദാസ്, K പ്രജേഷ്, V രാജഗോപാലൻ, T പ്രദീപ്, R ശിവകുമാർ, ES സുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ വലിച്ചെറിയൽ മുക്ത വാരാചരണത്തിന് സമാപനം. സമാപനത്തോടനുബന്ധിച്ച് ശുചിത്വ സന്ദേശ ഘോഷയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അംഗൻവാടി പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുത്തു. വാണിയംകുളം ടൗണിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അത് അക്ഷരം പ്രതി പാലിക്കുകയും നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പം 36, 18 വാർഡുണ്ട്, 36 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ എല്ലാ മാലിന്യങ്ങളും ഓരോ വാർഡിൽ ഓരോ ദിവസം കേന്ദ്രീകരിച്ച് 18 ദിവസത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് 2 കൊല്ലം മുമ്പ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള എല്ലാ വീട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും ശേഖരിച്ച് നമ്മൾ ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടു കൂടി നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് നീക്കം ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജിബിൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു, പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി മങ്കരം ഗ്രാമപഞ്ചായത്തിൽ വലിച്ചെറിയൽ മുക്ത വാരാചരണത്തിന് തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനവും വളണ്ടിയർമാർക്കുള്ള പരിശീലനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. അതേപോലെ തന്നെ ഈ അതിന്റെ ആ ഇനോക്കുലം ഉണ്ടല്ലോ, ആ പൗഡർ കഴിഞ്ഞ കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ കഴിഞ്ഞ ആളുകൾക്ക് അത് നമുക്ക് വാങ്ങി എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് കുടുംബശ്രീ മുഖാന്തരം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ച് കുടുംബശ്രീയിൽ നിന്ന് കൊടുക്കാം. പക്ഷെ ഇതൊക്കെ അന്ന് ബക്കറ്റ് കൊണ്ടുപോയതിന് ശേഷമുള്ള ഒരു ഫോളോ അപ്പ് റിവ്യൂ എന്നുള്ളത് നടന്നിട്ടില്ല. അപ്പൊ അതുകൂടി ഇതിൽ നടക്കും. പിന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഈ ധാരണ വേണം, വെറും ബൊക്കാഷിയോ ബക്കറ്റ് മാത്രമല്ല, പൈപ്പ് കമ്പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. P രാജീവ് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാമചന്ദ്രൻ, സുരേഷ്, VEOമാരായ പ്രസന്ന, സന്തോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി NK കൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങളും CDS അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റോഡിന്റെ തകർച്ചയും വെള്ളക്കെട്ടും യാത്രക്കാരെ വലയ്ക്കുന്നു. മണ്ണൂർ പല്ലഞ്ചാത്തനൂർ അമ്പാട്ട് റോഡിൽ ഉദയാർമംഗലത്താണ് റോഡ് അത്യന്തം ശോചനീയമായിരിക്കുന്നത്. മലമ്പുഴ കനാലിൽ നിന്നുള്ള ചോർച്ചയാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാക്കുന്നത്. മലമ്പുഴ കനാൽ ബണ്ടിനേക്കാൾ 10 അടിയോളം താഴ്ചയിലാണ് റോഡ് കടന്നുപോകുന്നത്. കനാലിന്റെ പ്രധാന സർവീസുകൾ റോഡിന്റെ ഇരുവശവും സ്ഥാപിച്ചിട്ടുണ്ട്.
ബണ്ട് ചോർന്ന് വെള്ളക്കെട്ടുണ്ടാകുന്നത് വളരെ കാലത്തെ ഒരു കാഴ്ചയാണ്. റോഡിൽ വെള്ളം കെട്ടിനിന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം കെട്ടിനിൽക്കുമ്പോൾ കുഴികളറിയാതെ യാത്ര ചെയ്യുന്ന ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ മറിയുന്നതും ആളുകൾക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡായതിനാൽ ഗ്രാമപഞ്ചായത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും നിരവധി തവണ വകുപ്പുമായി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗൾഫിൽ നിന്ന് വന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികൾ ചാവക്കാട് പോലീസിന്റെ പിടിയിൽ. എടക്കഴിയൂർ സ്വദേശിയായ യുവാവിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഗുരുവായൂരിലെ ലോഡ്ജിലും വാടാനപ്പള്ളിയിലും വെച്ച് മർദ്ദിച്ചെന്ന പരാതിയിൽ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗൾഫിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എടക്കഴിയൂരിലുള്ള വീട്ടിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് ഗുരുവായൂർ കിഴക്കേനടയിലുള്ള ലോഡ്ജിൽ തടങ്കലിൽ വെച്ചും വാടാനപ്പള്ളി ബീച്ചിലും വെച്ച് മർദ്ദിച്ച കേസിലെ 4 പ്രതികളെയാണ് ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ മഞ്ചറമ്പത്ത് വീട്ടിൽ അലിയുടെ മകൻ ഷനൂബിനെയാണ് പ്രതികൾ 2 ദിവസത്തോളം തടങ്കലിൽ വെച്ച് മർദ്ദിച്ചത്. അകലാട് MIC സ്കൂൾ റോഡിന് സമീപമുള്ള പറയമ്പറമ്പിൽ വീട്ടിൽ അബ്ദുൽ സലാമിന്റെ മകൻ മുഹമ്മദ് സഫ്വാൻ 30 വയസ്സ്, അകലാട് മൊയ്തീൻ പള്ളി കുരിക്കളത്ത് വീട്ടിൽ അലിയുടെ മകൻ ഷഹീർ 29 വയസ്സ്, പുന്നയൂർക്കുളം അണ്ടത്തോട് പാപ്പാളി പടിഞ്ഞാറയിൽ വീട്ടിൽ ഹുസൈൻ്റെ മകൻ നദീം ഖാൻ 29 വയസ്സ്, അകലാട് മുന്നൈനി കുന്നമ്പത്ത് വീട്ടിൽ ഹനീഫയുടെ മകൻ ആഷിഫ് ഫഹസാൻ 25 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുരുവായൂരിലുള്ള ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ, PS വിഷ്ണു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, അരുൺ, രഞ്ജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 8 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പീഡനക്കേസ് പ്രതി അറസ്റ്റിൽ. ചാവക്കാട്ട് നടന്ന പീഡനക്കേസിൽ പ്രതിയായ ഇടുക്കി സ്വദേശി 42 വയസ്സുള്ള മജീദിനെയാണ് പോലീസ് തൊഴുപുഴയിൽ നിന്ന് പിടികൂടിയത്. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി ചാവക്കാട്ടുള്ള യുവതിയെ പീഡിപ്പിക്കുകയും 10 പവനോളം സ്വർണം തട്ടിയെടുക്കുകയും ചെയ്ത ഇടുക്കി തൊടുപുഴ കോത്താനിക്കുന്ന വീട്ടിൽ മമ്മുവിൻ്റെ മകൻ 42 വയസ്സുള്ള മജീദിനെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇടുക്കി തൊടുപുഴ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം പിന്തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ PS അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, സജീഷ് റോബർട്ട്, അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെടിക്കെട്ട് നടത്തിപ്പിൽ പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ പുതിയ നിർദ്ദേശങ്ങൾ തീർത്ത പ്രതിസന്ധിയെ പരീക്ഷ എഴുതി തോൽപ്പിച്ച് അമ്പലപ്പാറ സ്വദേശി. അരനൂറ്റാണ്ടോളമായി വെടിക്കെട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന വേങ്ങശ്ശേരി നിഷ സദനത്തിൽ CR നാരായണൻകുട്ടിയാണ് പെസോയുടെ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ പരീക്ഷയിൽ വിജയിച്ചത്. CR നാരായണൻകുട്ടിയുടെ സഹപ്രവർത്തകൻ ദേശമംഗലം ഒരടിയത്ത് സോമസുന്ദരൻ ഫയർ ഡിസ്പ്ലേ അസിസ്റ്റന്റ് പരീക്ഷയും വിജയിച്ചിട്ടുണ്ട്. എഴുത്തുപരീക്ഷയും കൂടിക്കാഴ്ചയും പൂർത്തിയാക്കിയായിരുന്നു ഇരുവരുടെയും വിജയം. പെസോയുടെ പുതിയ നിർദ്ദേശങ്ങളിൽ ഏറെ നിർണായകമായിരുന്നു ഫയർ വർക്ക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ, ഫയർ ഡിസ്പ്ലേ അസിസ്റ്റന്റ് ലൈസൻസുകൾ. ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരം ലൈസൻസ് ഉടമകൾ വിരളമാണെന്നിരിക്കെയാണ് വെടിക്കെട്ടുകൾ പ്രതിസന്ധിയിലാകുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞത്. ഇതോടെ പെസോയുടെ കൊച്ചി കാക്കനാട്ട ഓഫീസിൽ നിയമാനുസൃതം അപേക്ഷ സമർപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. തിങ്കളാഴ്ച എഴുത്തുപരീക്ഷയും ഇന്റർവ്യൂവും പൂർത്തിയായതോടെ ഇരുവർക്കും വിജയം. ലൈസൻസ് ഒരാഴ്ചയ്ക്കകം ലഭിക്കും. ദേശമംഗലം അക്ഷയ ഫയർ വർക്ക്സിന്റെ ഭാഗമാണ് ഇരുവരും. നെന്മാറ പല്ലങ്ങി, ചിനക്കത്തൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, കണ്ണമ്പ്രവേല, തിരുവല്ലുമല പറക്കോട്ടുകാവ് താലപ്പൊലി, കുനിശ്ശേരി കുമ്മാട്ടി ഉൾപ്പെടെ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പ്രധാന ഉത്സവങ്ങൾക്കെല്ലാം വെടിക്കെട്ട് ഒരുക്കുന്നത് ഇവരാണ്. ഇത്തവണ ഉത്സവകാലം തുടങ്ങാനിരിക്കെയാണ് സ്ഫോടക വസ്തു നിയമ ഭേദഗതിയിലെ 2 ലൈസൻസുകളും വെടിക്കെട്ടുകാർക്ക് നിർബന്ധമാക്കിയത്. വെടിക്കെട്ട് കരാറുകാരുടെ സംഘടനയായ ഫയർ വർക്ക്സ് ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ് അമ്പലപ്പാറ വേങ്ങശ്ശേരി നിഷ സദനത്തിൽ നാരായണൻകുട്ടി. 1970 മുതൽ ഈ രംഗത്ത്
പ്രവർത്തിക്കുന്നുണ്ട്. സോമസുന്ദരൻ കഴിഞ്ഞ 7 വർഷത്തോളമായി വെടിക്കെട്ട് രംഗത്ത് സജീവമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അതിന് മുമ്പേ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ തിങ്കളാഴ്ചയ്ക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫലമായി ഇന്നലെ പോയിട്ട് ഞാനും എനിക്കൊരു അസിസ്റ്റൻറ്റിനെയും കൂടി ഞാൻ അയാളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ എക്സാം എഴുതി. അരമണിക്കൂർ നമുക്കൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. 30 ക്വസ്റ്റ്യനാണ്. അതിൽ 50% മാർക്ക് സ്കോർ ചെയ്യണം. അത് ഈ ഇതിൻ്റെയും ഈ സേഫ്റ്റിയുടെയും ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ട് സംബന്ധമായിട്ടുള്ള ഓപ്പറേറ്റർക്ക് ഇത് ചെയ്യേണ്ട അതിൻ്റെ കെമിക്കലിനെ പറ്റിയിട്ടും അതിൻ്റെ വിവരങ്ങളും മാത്രം ചോദിച്ചുകൊണ്ട് ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ട് ഓഫീസേഴ്സിൻ്റെ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് പാസ്സായിരിക്കുന്നത്. ഒരാഴ്ചയുടെ ഉള്ളിലാണ് ആ ലൈസൻസ് മദ്രാസ് റീജിയൻ ഓഫീസിൽ നിന്ന് വേണം പ്രോസസ്സ് ചെയ്ത് വരാൻ. ഒരു ആഴ്ചയുടെ ഉള്ളിൽ ആ ലൈസൻസ് ലഭ്യമാക്കും. ഈ ലൈസൻസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് വെടിക്കെട്ട് ഡിസ്പ്ലേ നടത്താൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. MTക്ക് നിളയിൽ കലാസാംസ്കാരിക പ്രവർത്തകരുടെ ശ്രദ്ധാഞ്ജലി. ചെറുതുരുത്തി ഷൊർണൂർ MT നിള കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നദിയോരത്ത് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. MTയും നിളയുടെ കാമുകൻ. കാരണം പി കുഞ്ഞിരാമൻ നായർ നേരത്തെ ജനിച്ചുപോയി. പക്ഷെ അദ്ദേഹം വടക്ക് നിന്ന് വന്ന് ഇവിടെ കൂടിയ ആളാണ്. അതിനേക്കാൾ MT ആയിരുന്നു നിളയുടെ സൗഹൃദവും നിളയുടെ ആർദ്രതയും ഒക്കെ ഏറ്റുവാങ്ങിയ. നിളയ്ക്ക് വേണ്ടി, അത് കുഞ്ഞിരാമൻ നായർക്ക് അതിന് അവസരം ഉണ്ടായില്ല. നിളയ്ക്ക് വേണ്ടി, നിളയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ മുന്നോട്ട് വരാൻ സാധിച്ച, അവിടെ കേരളത്തിന്റെ പ്രകൃതി സംരക്ഷണമായാലും കേരളത്തിലെ മിക്കവാറും ഏത് പ്രശ്നങ്ങളിലും ഇടപെടാൻ സാധിച്ച കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. വിദ്യാർത്ഥിനിയായ പീലിക്കുട്ടി MTയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കലാസാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമായ മാനസി, രാജീവ് പിള്ളത്ത്, ഡോക്ടർ P ബിന്ദു, ഡോക്ടർ KR ബീന, ഷൊർണൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, ഗായത്രി പത്മനാഭൻ, സുബിൻ ചെറുതുരുത്തി, സ്മിത കോടനാട്, ഡോക്ടർ നാരായണൻ പാലക്കീഴ്, ലത്തീഫ് കുറ്റിപ്പുറം, കലാമണ്ഡലം ഹരിനാരായണൻ, കലാമണ്ഡലം ശ്രീനാഥ്, രാജേഷ് അടയ്ക്കാപുത്തൂർ, രാഖിത നാരായണൻ, സ്വാതി മോഹൻ, V പ്രസീത തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് അക്ഷരസമർപ്പണം, നൃത്താഞ്ജലി, ഓർമ്മവൃക്ഷം നടൽ തുടങ്ങിയ പരിപാടികളും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. AKPA പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമറ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ക്ലബ് കോർഡിനേറ്റർ മുദ്ര ഗോപി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്യാംസോണുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമറ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി നക്ഷത്ര റീജൻസിയിൽ നടന്ന ക്യാമ്പ് AKPA സംസ്ഥാന ക്ലബ് കോർഡിനേറ്റർ മുദ്ര ഗോപി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം Electro 35 നമ്മുടെ ഫിലിം ക്യാമറകളിലേക്ക് മാറി. അതിൽ തന്നെ നമ്മൾ നിക്കോൺ ക്യാമറകൾ വന്നു. അതുപോലെ തന്നെ പെൻഡെക്സ് വന്നിരുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ആദ്യഘട്ടങ്ങളിൽ നിക്കോൺ വന്നു. അത് കഴിഞ്ഞ് കനോൺ കുറച്ചും കൂടി നമ്മുടെ ഇടയിലുള്ള പോപ്പുലാരിറ്റി ആണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഇത് മാറ്റം വരാം. പല ഏരിയകളിലും പല ആളുകളും യൂസ് ചെയ്യുന്നു. അതിനുശേഷം കനോൺ വന്നു. പക്ഷേ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഈ കനോണിൻ്റെ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് സോണി നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ നല്ലൊരു ശതമാനം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ചടങ്ങിൽ വ്യാപാര സമിതി യൂണിറ്റ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ഗിരീഷ് പട്ടാമ്പിയെയും സംസ്ഥാന ഫോട്ടോഗ്രാഫി ക്ലബ് കോർഡിനേറ്റർ മുദ്രഗോപി, സംസ്ഥാന കമ്മിറ്റി അംഗം ജയറാം മാഴക്കുന്നം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കീഴായൂർ, സംസ്ഥാന വീഡിയോഗ്രാഫി മത്സര വിജയി ഷിഹാബ് ഓങ്ങലൂർ എന്നിവരെ ആദരിച്ചു. സോണി ടെക്നിക്കൽ അഡ്വൈസർ ശ്രീലാൽ S ജിത്തു എന്നിവർ ക്ലാസ് എടുത്തു. മേഖലാ പ്രസിഡന്റ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ബാബു പ്രണവം, ജയറാം വാഴക്കുന്നം, സുഭാഷ് കീഴായൂർ, സുനിൽ നെൽമാറ, സമതുകൊപ്പം, ഷംസു ഓർക്കിഡ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ അഡ്മിഷൻ ഡ്രൈവ് സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം കുട്ടികൾ വിദ്യാലയത്തിൽ പ്രവേശനം നേടി. 1000-ലധികം വിദ്യാർത്ഥികളാണ് നിലവിൽ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനം നടത്തുന്നത്. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളും മത്സര പരീക്ഷകളിലും കലാമേളകളിലും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ വിദ്യാലയത്തിന് ആയിട്ടുണ്ട്. മികച്ച ഭൗതിക സാഹചര്യമൊരുക്കുന്നതിലും ചിട്ടയായ പ്രവർത്തനം രക്ഷിതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രക്ഷിതാക്കളെ ഈ സ്കൂളിലേക്ക് ആകർഷിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ഗവൺമെന്റ് LP സ്കൂളുകളിൽ 1-ാം വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്നത് ഈ വിദ്യാലയമാണെന്ന് അവകാശപ്പെടാൻ കഴിയുമെന്ന് പ്രധാനാധ്യാപകൻ PK മോഹൻ പറഞ്ഞു. ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ആവേശത്തോടെ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലേക്ക്
രക്ഷിതാക്കൾ എത്തുന്നു കുട്ടികളെ ചേർക്കാൻ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിലെടുത്തു പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചിട്ടയായിട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങളും അതുപോലെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 24 കുട്ടികൾ LSS പരീക്ഷ എഴുതി അതിൽ 13 കുട്ടികൾക്ക് നമുക്കത് നേടാൻ കഴിയും. അപ്പം അതൊക്കെ ഇവിടുത്തെ നമ്മളിപ്പം പലരും പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വെച്ചിട്ട് കോച്ചിങ് നടത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ അധ്യാപകർ മാത്രം പരിശീലിപ്പിച്ചിട്ടാണ് ആ നേട്ടം ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. PTA പ്രസിഡന്റ് EK അലി, SMC ചെയർമാൻ വിജയരാജ്, മാതൃസംഗമം പ്രസിഡന്റ് വിജിത, PTI വൈസ് പ്രസിഡന്റ് ബിബിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി കൈത്തളി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കം. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ സുധാകുമാരി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് തിരുവാതിര ആഘോഷം തുടങ്ങുകയാണ്. സ്ത്രീകളുടെ ആഘോഷമായിട്ട് സാധാരണ അങ്ങനെ അമ്പലങ്ങളിൽ അങ്ങനെ ഇല്ല. ചില സ്ഥലങ്ങളിൽ ഈരാണിക്കുളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ തിരുവാതിരയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രം തുറക്കുന്നത് തന്നെ. ഇത് അതിന്റെ മുന്നോടിയായിട്ടുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. മഹാദേവ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടു, മഹാദേവനും ഒരു ഭാഗത്ത് ഗണപതി, മറ്റൊരു ഭാഗത്ത് സുബ്രഹ്മണ്യൻ, പിൻവിളക്കായിട്ട് ഭഗവതിക്ക് കുടുംബം നിൽക്കുന്ന ഒരു ഭഗവാനും ഫാമിലിയും. അല്ലേ, ഫാമിലിയോട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും വളരെ സംതൃപ്തരാവും. അങ്ങനെ ആവണല്ലോ. നഗരസഭാ കൗൺസിലർ C സംഗീത അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം ട്രസ്റ്റി ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് സിനി, ഗണേശ്ഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ ധന്യ, അഞ്ജലി സുനീഷ്, വാണി സാജൻ, പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവവേദിയിൽ കലാമണ്ഡലം രേഷ്മ രാജഗോപാലും സംഘവും വിവിധ നൃത്തരൂപങ്ങൾ കോർത്തിണക്കി നൃത്തസന്ധ്യ അവതരിപ്പിച്ചത് കാണികൾക്ക് ഏറെ കൗതുകമായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സൗത്ത് ഇന്ത്യ സംരംഭകമേളയുമായി ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിൽ ജനുവരി 16, 17 തീയതികളിലാണ് മേളയെന്ന് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ T റജി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യവസായ രംഗത്തെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കലും വിദ്യാർത്ഥികളിൽ സംരംഭകശീലം വളർത്തുക എന്നതും മേളയുടെ ലക്ഷ്യമാണെന്ന് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ T റജി പറഞ്ഞു. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. 1000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക. സംരംഭക സമ്മേളനങ്ങൾ, സംബോധക ബോധവൽക്കരണ പരിപാടികൾ, കായിക വിനോദങ്ങൾ എന്നിവയുമുണ്ടാകും. ഫുഡ് സ്റ്റാൾ, പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ്, ഫോട്ടോഗ്രാഫി, മാജിക് ഷോ, ഗസൽ എന്നിവയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോളേജിലെ ലാബുകൾ പരിചയപ്പെടാനും അവസരമൊരുക്കും. രജിസ്ട്രേഷൻ, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്നും റജി പറഞ്ഞു. ഇതിനകത്ത് കുറേയധികം പ്രോഗ്രാമുകൾ സംരംഭകത്വം നേരിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക, അത് അതിലൂടെ തന്നെ പല സംരംഭങ്ങൾ തുടങ്ങാനുള്ള പ്രോത്സാഹനം നൽകുക, അതിന്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച സംരംഭകരെ കണ്ടെത്തുന്നതിനായിട്ട് അവരുടേതായ രീതിയിൽ ഒരുക്കുന്ന സ്റ്റാളുകൾ, ഗെയിമുകൾ, പുരസ്കാരങ്ങൾ എന്നിവയെല്ലാം ഉൾച്ചേർത്തുകൊണ്ടാണ് സംരംഭകത്വത്തെ നേരിട്ട് സ്പർശിക്കുന്ന പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള മാനേജ്മെന്റ് ഗെയിംസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ജനറേഷൻ്റെയൊക്കെ ആവശ്യങ്ങളൊക്കെ കുറെ കൂടെ കലാപരമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്ന ധാരാളം കൾച്ചറൽ പ്രോഗ്രാംസുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഫാഷൻ ഷോ ഉൾപ്പെടെയുള്ള. പിന്നെ സ്പോർട്സ് പരമായിട്ടുള്ള 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർഡിനേറ്റർ പ്രതീഷ് കുഞ്ചു, അധ്യാപകൻ M നാരായണ പ്രസാദ്, വിദ്യാർത്ഥി പ്രതിനിധി A അനിൽ കൃഷ്ണൻ, അലുമിനി പ്രതിനിധി രവീന്ദ്രനാഥ മേനോൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടക്കോട്ടൂർ C വള്ളുവനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന നാട്ടറിവുകൾ 2025 തുടക്കം. നാട്ടറിവുകളുടെ ഉദ്ഘാടനം സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ അവരെന്ത് കാണിക്കുന്നു, എന്താണ് അവരുടെ ചേഷ്ടകൾ, അവർക്ക് ഏതിനോടാണ് താല്പര്യം, അവർ ഓരോരോ കാര്യത്തിൽ തിരിഞ്ഞ് എങ്ങനെ പോകുന്നു, ഇത് പാരൻസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരാണ് ഈ കുട്ടികളെ വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവരേണ്ട, നല്ല മനുഷ്യരാക്കി തീർക്കേണ്ടവർ. നമ്മുടെ വഴി കൃത്യമായി ഇരുന്നാൽ മാത്രമേ പാരൻസിൻ്റെ വഴി സത്യസന്ധമായി നല്ല ജീവിതം ഉണ്ടാകുന്ന ആൾക്കാർ, അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയും. മക്കൾ അതേ രീതിയിൽ വളർന്നു വരും. ഈ കാലത്ത് സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും ആളില്ലാത്തത്.
ചടങ്ങിൽ ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുനന്ദ, സ്കൂൾ പ്രിൻസിപ്പാൾ സൗമ്യ വികാസ്, സ്കൂൾ ചെയർപേഴ്സൺ രാധിക പ്രകാശ്, അഡ്മിനിസ്ട്രേറ്റർ പ്രീത രാജേഷ്, PTA പ്രസിഡന്റ് വൃന്ദ രവികുമാർ, വൈസ് പ്രിൻസിപ്പാൾ സബിതാരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്രാമീണ കലകളെയും നാടൻ കലാരൂപങ്ങളെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന നാട്ടറിവുകൾ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വയലിൻ ഇന്റർനാഷണൽ ബാംബു ബാൻഡിന്റെ നേതൃത്വത്തിൽ മുള സംഗീതം അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ പരുത്തിപ്രയിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ച യുവാക്കൾക്ക് സുബ്രഹ്മണ്യ സേവാ സമിതി തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ അനുമോദനം. കമ്മിറ്റി ഭാരവാഹികൾ വീട്ടിലെത്തിയാണ് യുവാക്കളെ ഉപഹാരം നൽകി അനുമോദിച്ചത്. സർക്കാർ സർവീസിൽ ജോലി ലഭിച്ച പ്രദേശവാസികളായ ജിതിൻ രാജ്, സുബിത്, മിഥുൻ കൃഷ്ണൻ, വിഷ്ണുദേവ്, ശ്രീജിത്ത് എന്നിവരെയാണ് പരുത്തിപ്ര സുബ്രഹ്മണ്യ സേവാ സമിതി തൈപ്പൂയ ആഘോഷ കമ്മിറ്റി വീടുകളിലെത്തി ഉപഹാരം നൽകി അനുമോദിച്ചത്. കമ്മിറ്റി പ്രസിഡന്റ് KV മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി ദിനേശ്, ഖജാൻജി ജിനേഷ്, അംഗങ്ങളായ ബാലകുമാരൻ, ജിതേഷ്, കുമാരൻ, സേതുമാധവൻ, സുബ്രഹ്മണ്യൻ, മാണി, മണിക്കുട്ടൻ, KV കൃഷ്ണൻ, ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. യുവാക്കൾക്ക് പ്രോത്സാഹനമെന്ന നിലയിലാണ് ഇത്തരമൊരു അനുമോദനം ഒരുക്കിയതെന്ന് സുബ്രഹ്മണ്യ സേവാ സമിതി തൈപ്പൂയ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണാർത്ഥം പറളി ക്ലവർമൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. പറളി കടവത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ പറളി വേൾഡ് കപ്പ് എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രീത, K ബിന്ദു, പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർ മൻസൂർ, MT ജയപ്രകാശ്, ഇല്ലിയാസ്, സുൽഫീഖർ, മുഹമ്മദ് അലി, റിയാസ് പറളി എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ മലബാർ FC പെരിന്തൽമണ്ണ ജേതാക്കളായി. ടർബോ FC മണയറക്കോട് കുരുവിളയാണ് ടൂർണമെന്റിലെ റണ്ണേഴ്സ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. HMPVയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഭൂരിഭാഗം വാർത്തകളും തെറ്റെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് ആശങ്ക പരത്തരുത്. ഇന്ത്യയിൽ വൈറസിന് ജനിതകമാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും ആരോഗ്യമന്ത്രി. കൊലയാളികൾക്ക് കുടചൂടുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് RSP കേന്ദ്ര കമ്മിറ്റി അംഗം NK പ്രേമചന്ദ്രൻ MP. പിണറായിയുടെ ധാർഷ്ട്യം CPMനെ ഇല്ലാതാക്കും. ദുരന്തങ്ങൾ പോലും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന നികൃഷ്ടവും നീചവുമായ മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനെന്നും NK പ്രേമചന്ദ്രൻ. LDF ദുർഭരണം ആരോപിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ RSP പ്രതിഷേധം. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുക്കാനാണ് സർക്കാരിന്റെ പരിശ്രമമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നത് അതീവ ജാഗ്രതയോടെ. രജത ജൂബിലി നിറവിൽ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ CITU നേതൃത്വത്തിൽ തൊഴിലാളി മാർച്ച്. വ്യവസായ മേഖലയിലെ ചരക്ക് ഗതാഗത രംഗത്ത് ടേൺ മറികടന്ന് ലോഡ് നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ. പ്രതിഷേധ സമരം ഹെവി വെഹിക്കിൾസ് വർക്കേഴ്സ് യൂണിയന്റെയും ഡിസ്ട്രിക്ട് ഏജന്റ് വെൽഫെയർ അസോസിയേഷൻ CITUവിന്റെയും നേതൃത്വത്തിൽ. ലഹരിക്കടത്ത് തടയാൻ അതിർത്തി പ്രദേശങ്ങളിൽ എക്സൈസ് പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി MP രാജേഷ്. പരിമിതമായ സാഹചര്യങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് കേരളത്തിലെ എക്സൈസ് ജീവനക്കാർ നടത്തുന്നതെന്നും മന്ത്രി. ചിറ്റൂർ എക്സൈസ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങി. കുലുക്കലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് മുഹമ്മദ് മോഹസിൻ MLA. ആരോഗ്യ കേന്ദ്രം നവീകരണത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രഭാപുരത്തു നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനുള്ള ആലോചനകളും ആരംഭിച്ചു. 130 വർഷം കഠിന തടവ് ലഭിച്ച പോക്സോ കേസിലെ പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ 110 വർഷം കഠിന തടവും പിഴയും. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി സമാനമായ കേസിൽ ശിക്ഷിച്ചത് ഒരുമനയൂർ സ്വദേശി സജീവനെ. ചാവക്കാട്ട് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച്
സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ പോയ ഇടുക്കി സ്വദേശിയായ യുവാവ് 8 വർഷത്തിന് ശേഷം പിടിയിൽ. ഗൾഫിൽ നിന്ന് വന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. മംഗലാപുരം എക്സ്പ്രസിൽ റെയിൽവേ പോലീസ് പരിശോധനയ്ക്കിടെ 4.5 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പരിശോധന കണ്ട് പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതാകാമെന്ന് പോലീസ്. വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന്റെ പേരിൽ വ്യാജ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർമ്മിച്ചു നൽകി വീട്ടുടമയിൽ നിന്ന് പണം തട്ടിയ കേസിൽ കൂനത്തറ സ്വദേശി അറസ്റ്റ്. ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൂനത്തറ തോപ്പിൽ വീട്ടിൽ അനീഷിനെ. വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനടയാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്നത് പതിവാകുന്നു. ഇരുചക്ര വാഹനമിടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. പ്രദേശത്തെ സീബ്ര ലൈൻ മാഞ്ഞുപോയത് ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.